കൂട്ടുകാരെ, കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപിലഗുഹ കാണാൻ പോയപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുമെന്ന് പറഞ്ഞില്ലേ, ആ കാഴ്ചയാണിത്. കോട്ടയം പുതുപ്പള്ളി വെന്നിമല എന്ന സ്ഥലത്തെ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രമാണിത്. ഈ വെന്നിമല എന്ന സ്ഥലത്ത് കുറേ പ്രത്യേകതകളുണ്ട്. ഷഡ്കാല ഗോവിന്ദമാരാർ താമസിച്ചിരുന്നതാണ് വെന്നിമല ഈ പ്രദേശം. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലാണ് ഞങ്ങൾ പോയത്. ആ വീഡിയോ ഞങ്ങൾ അടുത്ത് തന്നെ ഇടാം. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥലം. കുറച്ച് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ കോട്ടയം പട്ടണവും ആലപ്പുഴ പട്ടണവും കാണാമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ആകാംക്ഷയോടെ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരകം കണ്ടു. ഞങ്ങളവിടെ പോകുമ്പോൾ ഈ പ്രത്യേകതയൊന്നും അറിഞ്ഞിട്ടല്ല പോകുന്നത്. ഞങ്ങളവിടെ ആൻറ്റീനെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ ചെന്നപ്പോഴാണ് ഈ പ്രത്യേകത അറിഞ്ഞത്. എന്നാൽ പിന്നെ കാണണമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. കയറ്റവും ഇറക്കവുമായി ഒരുപാട് നടപ്പുണ്ടായിരുന്നു. നടന്ന് വിഷമിച്ചു ഞങ്ങൾ. ചുറ്റും നോക്കിയാൽ റബ്ബർ തോട്ടമായിരുന്നു. ഒരു 3:30 ആയപ്പോഴേക്കും അവിടെ സന്ധ്യ ആകാറായതുപോലെ ആയിരുന്നു. കാറ്റും തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. ഈ സ്ഥലത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വനവാസത്തിന് ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത എന്നിവർ ഇവിടെ വനവാസത്തിന് വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ സന്ധ്യ ആകാറായതുപോലെ ഇങ്ങനെ ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, കോട വന്ന് നിൽക്കും പോലെയാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായലാണ് കാണുന്നതെന്നാണ് അവർ പറയുന്നത്. കണ്ടോ, നല്ല വെള്ളി പോലെ തെളിഞ്ഞ് നിൽക്കുന്നത്. ആ അറ്റത്ത് കാണുന്ന വെള്ളിരേഖയാണ് നമ്മുടെ വേമ്പനാട് കായൽ. ഞങ്ങൾക്കത് ആദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല, വേമ്പനാട് കായലാണെന്ന്. വെരി വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് ആ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. ഞങ്ങൾ കണ്ട കാഴ്ചകൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.